ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് ഒരു ഇടിച്ച് പിഴിഞ്ഞ പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ഈ ഇടിച്ച് പിഴിഞ്ഞ പായസം തയ്യാറാക്കാനായിട്ട് സാധാരണ ഉണക്കലരിയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 200 ഗ്രാം ഉണക്കലരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ലിറ്ററോളം മൂന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ മൂന്നാം പാലാണ് എടുത്തിരിക്കുന്നത്. ഈ മൂന്നാം പാൽ ഒഴിച്ചിട്ട് വേണം അരി നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഒരുവിധം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് അരി വെന്ത് വരുമ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും കൂടി അരിയിൽ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചേർത്ത മൂന്നാം പാലൊക്കെ വറ്റി അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 600 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം അരി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി ശർക്കര എടുക്കുക. പിന്നെ ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ചേർത്ത ശർക്കര അരിയിലൊക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ കദളിപ്പഴമാണ് വേണ്ടത്. അപ്പോൾ കദളിപ്പഴം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഏത്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാളയംകുടമ്പഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കൂടുതലാവരുത് കേട്ടോ, കൂടുതലാക്കി ഒരു പുളിപ്പുണ്ടാവും പായസത്തിന്. ഈ പഴം ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റോളം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 500 ml നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരുവിധം തിക്നെസ്സോട് കൂടിയുള്ള പാലാണ് രണ്ടാം പാൽ. അപ്പോൾ ഒരുപാട് വെള്ളം കൂട്ടിയിട്ട് എടുക്കേണ്ട, ഒരു 500 ml എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പായസം ഇരിക്കുന്തോറും കട്ടിയാവാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി കൂട്ടി ഒഴിച്ച് കൊടുത്താൽ മതി. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ജീരകവും ചുക്കൊന്നും ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു പായസത്തിൽ പ്രത്യേകതയാണ്, ജീരകവും ചുക്കുമൊക്കെ ചേർക്കും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 5 ഏലക്കായ എടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസോളം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ കട്ടിയിൽ പിഴിഞ്ഞെടുത്തിരിക്കുന്ന പാലാണ് ഒന്നാം പാൽ. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. തിളക്കാനായിട്ട് അനുവദിക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള ഇടിച്ച് പിഴിഞ്ഞ പായസം തയ്യാറായിട്ടുണ്ട്. ഇത് സാധാരണ പാലക്കാട് സൈഡിലൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത്, കൊച്ചി സൈഡിൽ അത്ര ഫേമസ് അല്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വിഷുവിന് ഈ ഒരു സ്പെഷ്യൽ പായസം ഒന്ന് തയ്യാറാക്കി നോക്കൂ. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇതിലേക്ക് കശുവണ്ടി കിസ്മസൊന്നും ഇടാറില്ല, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്